കപ്പലെത്തിയ സന്തോഷം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ രാഷ്ട്രീയ വിവാദം മറുഭാഗത്ത് കൊഴുക്കുന്നത് വിഴിഞ്ഞം ആരുടെ കുഞ്ഞെന്ന് ചോദിച്ചുകൊണ്ടാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് കോൺഗ്രസ്. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് പദ്ധതി യാഥാർത്ഥ്യമായതെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിയുടെ അന്തകനാകാൻ ശ്രമിച്ച പിണറായി വിജയൻ ഇന്ന് പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷം വിമർശിച്ചു. ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തിയെന്നും പ്രതിപക്ഷത്തെ വിളിച്ചാൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരുമെന്ന് സർക്കാർ ഭയക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കിക്കാണുന്നത്. കാരണം അത് UDFൻ്റെ കുഞ്ഞാണ്. ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല. അത് അവരുടെ ഔചിത്യം, അവരുടെ എന്താണ് അവരത് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. കാരണം എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ക്ഷണിക്കാതിരിക്കുക, മനഃപൂർവ്വം മാറ്റി നിർത്തുക. അതുകൊണ്ടൊന്നും അത് അവർ ധരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് UDFന് കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മുഖം ജനങ്ങളുടെ മനസ്സിലുണ്ട്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മുഖവും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മുഖവുമായിരിക്കും കേരളത്തിലെ ജനങ്ങളിലുണ്ടാകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന പ്രവർത്തനത്തിൽ UDFന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് UDF കൺവീനർ MM ഹസനും പ്രതികരിച്ചു. R. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് R. റോഷിപാൽ. കുഞ്ഞാരുടേതാണ് എന്ന ചോദ്യം വിഴിഞ്ഞത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ദേശാഭിമാനിയുടെ പഴയ കട്ടിങ്ങും ഇന്നത്തെ കട്ടിങ്ങും ഒക്കെ ചേർത്ത് വെച്ചുള്ള പോരാട്ടവും നടക്കുന്നുണ്ട്. സ്ഥലം MP ശശി തരൂരിനെ ക്ഷണിച്ചില്ല, അതിൽ അതൃപ്തിയുണ്ട് എന്ന് കേൾക്കുന്നു. അതോടൊപ്പം തന്നെ അക്കാര്യത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നതായും അറിയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ വിഴിഞ്ഞ വിഷയത്തിൽ രാഷ്ട്രീയമായി സംഭവിക്കുന്നത് റോഷിപാൽ? സുജയ, വിഴിഞ്ഞം പദ്ധതി അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങുമ്പോൾ തന്നെ അതിനെതിരെ ശക്തമായി LDF സമരരംഗത്തുണ്ടായിരുന്നു. ആ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് UDF നേതൃത്വം അവകാശവാദവുമായി രംഗത്തെത്തുന്നത്. ഇത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണ്, അതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് ഇടണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. ആവശ്യം ഇന്ന് വീണ്ടും KPCC അധ്യക്ഷൻ K. സുധാകരൻ ഉന്നയിക്കുന്നു. അതിനു മുകളിലാണ് മറ്റു നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ MM ഹസൻ അടക്കമുള്ളവർ പ്രതികരിച്ചത്. ഏതായാലും നാളെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ തുടങ്ങുമ്പോൾ സംസ്ഥാന വ്യാപകമായി UDF നേതൃത്വത്തിൽ പ്രകടനം നടത്തും. അത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതി എന്ന നിലയിൽ തന്നെ പ്രകടനം നടത്തും. പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിലുള്ള പ്രതിഷേധവും UDF നേതൃത്വം രേഖപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായുള്ള ഈ പ്രകടനത്തിൽ ആ പ്രതിഷേധവും പ്രതിഫലിക്കും. ഏതായാലും വിഴിഞ്ഞം പദ്ധതിക്ക് മുഴുവൻ പിന്തുണയും UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതിയുടെ ട്രയൽ റണ്ണിലേക്ക്, അതിൻ്റെ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ MP അടക്കം, ശശി തരൂർ MP അടക്കം ക്ഷണിക്കാത്തതിലുള്ള ഒരു പ്രതിഷേധമാണ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും പിണറായി വിജയൻ അന്ന് ഈ പദ്ധതിയുടെ അന്തകനായി മാറാൻ ശ്രമിച്ച പിണറായി ഇന്ന് അതിന് അവകാശവാദവുമായി രംഗത്തെത്തുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ KPCC അധ്യക്ഷൻ K. സുധാകരൻ ഉൾപ്പെടെ ഉന്നയിച്ച് വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് വഴി തുറന്നിട്ടിരിക്കുകയാണ് UDF കോൺഗ്രസ് നേതാക്കൾ. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം ട്രയൽ റൺ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് ശശി തരൂർ MP പറയുന്നുണ്ട്. തുറമുഖ നിർമ്മാണം